ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഐഫോൺ 15 സീരീസിൽ മേജറായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റും അതുപോലെ ഐഫോൺ 15ലും 15 പ്ലസിലും വരാൻ പോകുന്ന മേജറായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും, 15 പ്രോ മാക്സിലും അതുപോലെ 15 പ്രോയിലും വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും, പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഐഫോൺ 14ലും അതുപോലെ 14 പ്ലസും ചിലപ്പം റീലോഞ്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ചേഞ്ചസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അങ്ങനെ ഒഫീഷ്യലായിട്ട് ലോഞ്ചിങ് ഡേറ്റും കാര്യങ്ങളും കൺഫേം ആയിരിക്കുകയാണ്. അതായത് ഈ ഒരു ആപ്പിൾ ഇവന്റ് നടക്കാൻ പോകുന്നത് പറയുന്നത് സെപ്റ്റംബർ 12 തീയതി ആയിരിക്കും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം സെപ്റ്റംബറിൽ ഉണ്ടാവില്ല, ഒക്ടോബറിലേക്ക് മാറ്റി വെക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡിലേയും കാര്യങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, സെപ്റ്റംബറിൽ തന്നെ സെപ്റ്റംബർ 12 തീയതി തന്നെ ഈ ഒരു മോഡലിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐഫോൺ 15ലും 15 പ്ലസിലും വരാൻ പോകുന്ന കുറച്ച് മേജറായുള്ള ചേഞ്ചസിനെ കുറിച്ച് നോക്കാം. ഈ ഒരു രണ്ട് മോഡൽസിലും നമുക്ക് ഡൈനാമിക് ഐലൻഡ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് മോഡൽസിൽ ഇപ്പം പുതിയൊരു കളർ ഓപ്ഷൻ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു റൂമറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതായത് ഡാർക്ക് പിങ്ക് എന്ന് പറയുന്ന ഒരു കളറും പിന്നെ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ വരുന്ന രണ്ട് കളർ വേരിയൻസ് വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഐഫോൺ 14 പ്രോ മാക്സിലൊക്കെ നമുക്ക് ഫോസ്റ്റഡ് ഗ്ലാസിൻ്റെ ആ ഒരു ബാക്ക് സൈഡാണ് വരുന്നത്. ആ ഒരു സെറ്റപ്പ് തന്നെ നമ്മുടെ ഈ ഒരു ബേസ് മോഡലായുള്ള 15 സീരീസിലും അതുപോലെ 15 പ്ലസിലും ആ ഒരു ഫോസ്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ബാക്ക് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂമേഴ്സും കാര്യങ്ങളും പറയുന്നത്. ഐഫോൺ 15ൻ്റെ സ്ക്രീൻ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 6.1 ഇഞ്ചിൽ നിന്ന് 6.2 ഇഞ്ചിലേക്ക് ആ ഒരു സൈസും കാര്യങ്ങളും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോൺ 14 പ്രോ മാക്സിലുള്ള 48 മെഗാ പിക്സലിൻ്റെ ആ ഒരു ലെൻസ് ഈ ഒരു 15ലും 15 പ്ലസിലും ഒരു 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 14 പ്രോ മാക്സിൽ നിന്ന് അതേ സെൻസർ ആയിരിക്കില്ല. ഈ ഒരു 15ലേക്ക് വരുന്ന സമയത്ത് സെൻസറും കാര്യങ്ങളും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു 15ലും അതുപോലെ 15 പ്ലസിലും നമുക്ക് A16 ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രീവിയസ് വേർഷനുകളും പ്രോ മോഡൽസിലുണ്ടായിരുന്ന ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു മോഡലിലേക്ക് വരാൻ പോകുന്നത്. ബേസ് മോഡലായിട്ടുള്ള എല്ലാ സ്റ്റോറേജ് വേരിയൻറ്റും അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോഴത്തെ റൂമേഴ്സും കാര്യങ്ങളും പറയുന്നതനുസരിച്ചാണെങ്കിൽ 128 GB നിന്ന് 256 GB സ്റ്റോറേജ് വേരിയൻറ്റിലേക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂമേഴ്സും കാര്യങ്ങളും പറയുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പ്രൈസിന് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ലോഞ്ച് കഴിഞ്ഞ ശേഷം അവർ പ്രൈസ് കൂട്ടിയിടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ ഒരു 15 സീരീസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രൈസ്, അതായത് നോർമൽ പ്രൈസ് റേറ്റിനേക്കാളും കുറച്ചും കൂടെ ഹൈ ലെവലിലായിരിക്കും പ്രൈസ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ ഇരിക്കുന്നത്. ബേസ് മോഡൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോ വേരിയൻ്റ് ആയിക്കോട്ടെ കുറച്ചും കൂടെ കത്തി വിലയിലായിരിക്കും മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീക്സും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു 15 സീരീസിലേക്ക് വരാൻ പോകുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള അപ്ഗ്രേഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 15ലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോ മോഡലിലായിക്കോട്ടെ ബേസ് മോഡലായിക്കോട്ടെ ഇതെല്ലാം സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു 14ലും 14 പ്രോ പ്ലസിലും വരാൻ പോകുന്ന ആ ചേഞ്ചസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയൊരു ലോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ഐഫോൺ സീരീസിൽ അതായത് ടൈപ്പ് സി പോർട്ട് കൊണ്ടുവരണം എന്നുള്ളത് അവർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂള് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 15 സീരീസിൽ എല്ലാ മോഡൽസിലും ടൈപ്പ് സി പോർട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐഫോൺ 14നും 14 പ്ലസും റീലോഞ്ച് ചെയ്യും. അതും ഈ ഒരു ടൈപ്പ് സി പോർട്ടുള്ള ഒരു മോഡൽസായിട്ടായിരിക്കും ഈ രണ്ട് മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളൊരു ഐഫോൺ ബൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഈ ഒരു മോഡൽസ് ലോഞ്ച് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ബൈ ചെയ്യാൻ പോവുക. കാരണം വെച്ചാൽ ഈ ഒരു 15 സീരീസിന് ഞാൻ പറഞ്ഞ പോലെ പൈസ കുറച്ച് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് വേർഷനിൽ ഏതെങ്കിലും മോഡൽ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഈ ഒരു മോഡൽസിൽ ടൈപ്പ് സി പോർട്ടുള്ള ഒരു ഐഫോൺ 14 സീരീസ് ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് 14നും 14 പ്ലസും ഇങ്ങനെ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു USB കേബിൾ തീംഡ് ആയിട്ടുള്ള USB കേബിൾ ആയിരിക്കും. അതായത് കളറൈസ്ഡ് ആയിട്ടുള്ള USB കേബിൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു തീംഡ് ആയിട്ടുള്ള USB കേബിളും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു കേബിളിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് 1.5 മീറ്റർ ആയിരിക്കും ടോട്ടൽ ലെങ്ത്തും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഒരു 15 സീരീസ് അതായത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത്. പ്രീവിയസ് വേർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു 15 സീരീസിൽ ടോട്ടലി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഈ ഒരു പ്രോ സീരീസുകളിൽ അല്ലെങ്കിൽ പ്രോ മോഡൽസുകൾക്ക് നമുക്ക് 35 വാട്ടിൻ്റെ സ്പീഡ് ചാർജിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അപ്ഗ്രേഡും കാര്യങ്ങളും വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ റൂമർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു ലീക്കും കാര്യങ്ങൾ അറിഞ്ഞാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുന്നതെന്നുള്ളൂ. ഐഫോൺ 15 പ്രോയിലും അതുപോലെ 15 പ്രോ മാക്സിലും വരാൻ പോകുന്ന കുറച്ച് പുതിയ ചേഞ്ചസും കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ഒരു രണ്ട് മോഡൽസിലും അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. അതായത് A17 ബയോണിക് ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. റെൻഡേഴ്സും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രീവിയസ് മോഡലിനെക്കാളും വളരെ തിന്നറായുള്ള ബെസൽസും കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ തിന്നറാക്കാനാണ്, അത് ഈ പ്രോ മോഡൽസ് മാക്സിമം
മാക്സിമം തിന്നറാക്കാൻ വേണ്ടിയാണ് ആപ്പിൾ അവരുടെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നത്. ഈ ഒരു 2 മോഡൽസിലും ടൈറ്റനത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളായിരിക്കും സൈഡിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിലുള്ള മ്യൂട്ട് ബട്ടൺ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് അതൊരു ആക്ഷൻ ബട്ടണാക്കി റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങൾക്ക് അത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്ലാഷ് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടണായിട്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാമറ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് കേസ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഓപ്ഷനും കൂടെ ആ ഒരു ആക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് iPhone 15 Ultra എന്ന് പറയുന്ന മോഡൽ. അത് ചിലപ്പം ഈ ഒരു വർഷം ലോഞ്ച് ചെയ്യും. അതായത് അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റൂമർ വെച്ച് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു 15 Pro Max എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിലായിരിക്കില്ല അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മറിച്ച് iPhone 15 Ultra എന്ന പേരിലായിരിക്കും ഈ ഒരു 15 Pro Max എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മൊത്തം കൺഫ്യൂഷൻ അല്ലേ? അതായത് iPhone 15 Pro Max എന്ന് പറയുന്ന ആ ഒരു നെയിമിംഗ് ആയിരിക്കില്ല ഉണ്ടാവുക. അതിന് പകരം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് iPhone 15 Ultra എന്ന പേരിലായിരിക്കും ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റൂമറും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു 15 സീരീസിൽ ചേഞ്ചസും കാര്യങ്ങളും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അപ്ഗ്രേഡ്സും കാര്യങ്ങളും വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ജസ്റ്റ് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോയിൽ പറയാത്ത കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അപ്ഗ്രേഡ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം, ഞാൻ കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.